ഇനി വ്യത്യസ്തമായൊരു റേഷൻ കടയിലേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. കൊല്ലം പന്മന വെറ്റമുക്കിലെ വ്യത്യസ്തമാർന്നൊരു റേഷൻ കടയുടെ വിശേഷങ്ങളാണ്. ഇവിടെ എത്തുന്നവർക്ക് റേഷൻ സാധനങ്ങൾക്ക് പുറമെ പുസ്തകങ്ങൾ കൂടി ലഭിക്കും. റേഷൻ വ്യാപാരിയായ ആനന്ദ്കുമാറാണ് ഈ വായനാശാലയ്ക്ക് പിന്നിൽ. ഗ്രാമങ്ങളിൽ വായനാശീലം വളർത്തുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പുതുമ കൊണ്ടും സേവനം കൊണ്ടും വ്യത്യസ്തമായൊരു റേഷൻ കടയാണിത്. പോസ്റ്റ് മെഷീനൊപ്പം മേശയിൽ ചെറുതും വലുതുമായ നിരവധി പുസ്തകങ്ങൾ. കാർഡുടമകൾ എത്തുമ്പോൾ അവർക്ക് നൽകാൻ വേണ്ടിയുള്ളതാണിവ. പുസ്തകം നൽകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. പ്രവൃത്തി സമയം കഴിഞ്ഞാൽ കടയ്ക്ക് മുന്നിലുള്ള പുസ്തകക്കൂടിൽ നിന്നും ഏതു സമയവും പുസ്തകമെടുക്കാം. സാധാരണക്കാരിൽ വായനാശീലം വളർത്താനുള്ള എളുപ്പ വഴി കൂടിയാണ് റേഷൻ കട വ്യാപാരിയായ ആനന്ദ്കുമാർ തിരഞ്ഞെടുത്ത ഈ ആശയം. കാലത്തിനൊപ്പം മാറ്റം എല്ലാ മേഖലയിലും കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റേഷൻ കടയിലൂടെ പുസ്തകം വിതരണം ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് നമ്മുടെ പുസ്തകങ്ങൾ എത്തിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം റേഷൻ കടയാണ്. ഞങ്ങൾക്ക് ഏതാണ്ട് 3000-ൽ പേരിൽ പുസ്തകങ്ങളുടെ ഗ്രന്ഥശാലയിലുണ്ട്. ഒരു 100-120 പുസ്തകങ്ങൾ വീതമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അത് റിട്ടേൺ ആയതിനു ശേഷം അടുത്ത പുസ്തകങ്ങൾ ഗ്രന്ഥശാലയിൽ നിന്ന് കൊണ്ടുവരും. തീർച്ചയായും അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അത് ആവശ്യപ്പെടുന്നത് നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ ഗ്രന്ഥശാലയുടെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വരും. അതും ഇല്ലെങ്കിൽ മറ്റ് ലൈബ്രറികളിൽ നിന്ന് ആശ്രയിച്ച് ആ പുസ്തകം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കിട്ടാത്ത പല പുസ്തകങ്ങളും പലരെ കൊണ്ട് വായിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രായഭേദമന്യേ ദിവസവും നിരവധി പേർക്കാണ് റേഷൻ കടയിലൂടെ പുസ്തകങ്ങൾ ലഭിക്കുക. മുതിർന്നവരും കുട്ടികളും എല്ലാ തരത്തിലും. എന്നാലും ഈ സ്ഥിരം വായിക്കുന്ന കുറേ കക്ഷികളുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ റഹീംക്കായെ പോലുള്ള ആൾക്കാരാണ് എന്നെ ഏറ്റവും ഏതാണ്ട് 57-58 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വാർദ്ധക്യത്തിൻ്റെ ഈ അസുഖബാധിതനാണ്. എങ്കിലും ഈ സമയത്ത് പുസ്തകങ്ങൾ വായിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. ചരിത്ര പുസ്തകങ്ങൾ ഇഷ്ടമുള്ള സ്ഥിരം വായനക്കാരിൽ ഒരാളാണ് വെറ്റമുക്ക് സ്വദേശിയായ റഹീമിക്കയും. ഇതുമായിട്ട് എല്ലാ പുസ്തകങ്ങളും മിക്കവാറും ഏതാണ്ട് ഒരു 60ഓളം അനന്തകുമാർ പറഞ്ഞതുപോലെ 60ഓളം പുസ്തകങ്ങൾ വായിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പുസ്തകം സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയം പോലെ അത് കൊണ്ടുതരും. വായന പണ്ട് പോലെ ഉണ്ട്. എന്ത് കിട്ടിയാലും വായിക്കുന്ന ഒരു ശീലക്കാരൻ. ഏത് പുസ്തകമായാലും ചരിത്ര പുസ്തകങ്ങളാണ് ഏറ്റവും പഴയ ചരിത്ര പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. നല്ലതാണ്. അന്നവും വായനയും ഒരേപോലെ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തു നിന്ന് നമ്മൾ സഹകരിച്ചത് ചെയ്യുന്നു. പൊതുപ്രവർത്തകൻ കൂടിയായ ആനന്ദ്കുമാറിന് പിന്തുണയുമായി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലും വിദ്യാധിരാജ വായനശാലയും നാട്ടുകാരുമുണ്ട്. ഒരു ഗ്രന്ഥശാലയിൽ ഇരിക്കുന്ന പുസ്തകങ്ങൾ ആ ഗ്രന്ഥശാലയിൽ ഇരിക്കാതെ അത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ ഒരു ആശയമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുന്നത്. കാരണം തീർച്ചയായിട്ടും അദ്ദേഹം ഒരു എഫോർട്ട് എടുക്കുന്നുണ്ട്. എഫോർട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് റേഷൻ സാധനങ്ങൾ കൊടുക്കുകയും വേണം, അതിനോടൊപ്പം തന്നെ പുസ്തകങ്ങളുടെ ഒരു സർക്കുലേഷനൂടെ നടത്തണം. അപ്പോൾ രണ്ടും കൂടെ ഏറ്റെടുത്ത് വളരെ നല്ലൊരു ടാസ്ക് ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മളെ ഇത്തരത്തിലുള്ളൊരു ഗ്രാമപ്രദേശങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഗ്രന്ഥശാലയുടെ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആശയം തുടങ്ങിയത്. ഏതാണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളിതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറ്റമുക്കിലെ വായനാപ്രേമികൾക്ക് ഇന്ന് ഏറെ പ്രിയപ്പെട്ട ഇടമാണ് ഈ റേഷൻ കട. ഇന്നാട്ടിലെ ഒട്ടേറെ പേർ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന പുസ്തകങ്ങളിലൂടെ വായനാശീലം വളർത്തുന്നുണ്ട്. റേഷൻ കടയിലേക്കുള്ള യാത്ര ഇനി അറിവിന്റെ ലോകത്തേക്കുള്ള യാത്ര കൂടിയാവുകയാണ്. ജനം, കൊല്ലം.